عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ വചനമാണ്. ഈ വചനത്തിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ലക്ഷ്യത്തെക്കുറിച്ചും എന്തിനു വേണ്ടിയാണ്, ഏതുവരെയാണ് പ്രവാചകന്റെ നിയോഗം എന്നതിനെ കുറിച്ചുമാണ് പറയുന്നത്. അന്ത്യദൂതനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന കാര്യത്തെ വളരെ കൃത്യമായിട്ട് പരാമർശിക്കുകയാണ്. ഇന്നലെ ഖുർആനിലെ ആദ്യത്തെ മുഹമ്മദ് എന്ന നാമം ധീരനായ ഒരു പോരാളിയെയാണ് സൂചിപ്പിച്ചത് എന്ന് നാം പറഞ്ഞു. രണ്ടാമത് മുഹമ്മദ് എന്ന നാമം, ആ നാമം സൂചിപ്പിക്കുന്നിടത്ത് അല്ലാഹു തആല പറയുന്നത് ഈ പ്രവാചകൻ അന്ത്യപ്രവാചകനാണ്, ലോകത്തിന്റെ അവസാനം വരെ ഈ പ്രവാചകനാണ്, ഈ പ്രവാചകനല്ലാത്ത മറ്റൊരു പ്രവാചകൻ ഇനി വരാനില്ല എന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരാശയമാണ്. പ്രവാചകനെ കുറിച്ച് ഒരാൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു ആശയമാണ് സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ വചനത്തിൽ പറയുന്നത്. എന്താണ് ഈ ആയത്തിന്റെ പൊരുൾ? അതിന്റെ വിശദമായ ഒരു തലത്തിലേക്കല്ലെങ്കിലും ചെറിയ ഒരു വിശദീകരണം നമുക്ക് നടത്താം. മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും. മുഹമ്മദ് എന്ന് പറയുന്നത് നിങ്ങളിൽപ്പെട്ട ഒരാളുടെ പിതാവല്ല. അതെന്നങ്ങനെ നിങ്ങളിൽപ്പെട്ട ഒരാളുടെ പിതാവല്ല മുഹമ്മദ് എന്ന് ഖുർആൻ പറയാൻ കാരണം അത് പ്രത്യേകമായ ഒരു സാഹചര്യം അതിനുണ്ടായിരുന്നു. സാമൂഹികമായ ഒരു മാറ്റത്തിന്റെ ഒരു തുടക്കം കുറിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തുടക്കം കുറിക്കപ്പെട്ടതിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ നിങ്ങളിൽപ്പെട്ട ഒരാളുടെ പിതാവല്ല എന്ന് പറഞ്ഞത്. അതാണ് ഈ റിജാൽ കൊണ്ട് ഉദ്ദേശിച്ചത്. ഏതാണ് ആ വ്യക്തി? അത് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട അടിമയായ ഒരു ചെറുപ്പക്കാരുണ്ട്, സയ്യിദ്. ഈ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ ആ സയ്യിദിന്റെ പേര് കാണാം. ആ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അഥവാ സയ്യിദ് ഒരു അടിമക്കുട്ടിയായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സയ്യിദിനെ ഒരു സേവകനായിട്ട് നൽകിയത് പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒരു അടിമക്കുട്ടിയായിരുന്നു സയ്യിദ്. ആ സയ്യിദിനെ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോചിപ്പിക്കുന്നുണ്ട്. അടിമത്തം മോചനം. അന്ന് അടിമത്തമുള്ളൊരു കാലഘട്ടമാണ്. ഘട്ടം ഘട്ടമായിട്ടായിരുന്നു അടിമത്ത വ്യവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീർത്തത്. അങ്ങനെ ഫ്രീ ആയിട്ട് ഒന്നും വാങ്ങിക്കാതെ നിരുപാധികം ഈ അടിമക്കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചിപ്പിക്കുകയാണ്, സ്വതന്ത്രനാണ്. പിന്നീട് സ്വതന്ത്രനാക്കപ്പെട്ടിട്ടും ഈ സയ്യിദ് നബി തങ്ങളുടെ കൂടെയാണ് ജീവിച്ചത്. പലപ്പോഴും ഈ സയ്യിദിന്റെ ഉപ്പയും ഉമ്മയും പിന്നീട് വന്ന് ഈ കുട്ടിയെ വിളിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്, ഹദീസിൽ കാണാം. പക്ഷെ കുട്ടി പോയിട്ടില്ല. കുട്ടി നബി തങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ 30 വയസ്സായ സമയത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിപ്പിച്ചു. ഓക്കെ, ആരെയാണ് കല്യാണം കഴിപ്പിച്ചത്? അതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടപെടലും സാമൂഹികമായ ഒരു മാറ്റവും. സൈനബിനെയാണ് കല്യാണം കഴിപ്പിച്ചത്. ആരാണ് സൈനബ്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരി ഉമാമ ബിൻതു അബ്ദുൽ മുത്തലിബിന്റെ മകളാണ്. അഥവാ അമ്മായിയുടെ മകൾ, ഉപ്പയുടെ തങ്ങളുടെ മകൾ. സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഈ സൈനബിനെ
അടിമ വംശത്തിൽപ്പെട്ട ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രമേൽ സാമൂഹികമായ ചലനങ്ങൾ ഉണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലും നല്ല സാമ്പത്തികമുള്ള ഒരാൾ കല്യാണം കഴിച്ചാൽ അത് ശരിയില്ല എന്ന് പറയുന്നിടത്താണ്. ജാതി മാറി കല്യാണം കഴിച്ചാൽ ശരിയില്ല എന്ന് പറയുന്നിടത്താണ്. വംശം മാറി കല്യാണം കഴിച്ചാൽ ശരിയില്ല എന്ന് പറയുന്ന ഇടത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പൊ 6-ാം നൂറ്റാണ്ടിലെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഏറ്റവും വലിയൊരു അപരാധമാണ് ഒരു അടിമച്ചെറുക്കനെ, ഒരു ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ള വലിയൊരു പ്രശ്നമാണ്. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാമൂഹികമായ മാറ്റത്തിന് വേണ്ടി വന്ന ആളാണ്. ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഒരു അടിമച്ചക്കൻ വലിയ തറവാട്ടുകാരിയായ സൈനബിനെ കല്യാണം കഴിച്ചു. ഇത് ശത്രുക്കൾ വലിയ വിവാദമാക്കി, നബിയെ ആക്ഷേപിച്ചു. കുടുംബത്തിലെ പലരും ഇതിനെ എതിർത്തു. ഇത് തറവാടിന്റെ മഹിമക്കെതിരാണെന്ന് പറഞ്ഞു. വംശത്തിന്റെ പോരി തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. ഇതൊരു ദുശകുനമാണ് എന്ന് പറഞ്ഞു. വ്യാപകമായ പരാതികൾ ഉണ്ടായി. അതുപോലെ തന്നെ ദാമ്പത്യം മുന്നോട്ട് പോയില്ല, ആ കല്യാണം മുന്നോട്ട് പോയില്ല. പിന്നീട് വിധവയാക്കപ്പെട്ട ഈ സൈനബിനെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിച്ചു. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ ഒരാളാണ് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹാ. അത് വേറെ വിഷയം. അപ്പൊ എന്താ ശത്രുക്കൾ പറഞ്ഞേ? നേരത്തെ കല്യാണത്തിനെ എതിർത്ത ശത്രുക്കൾ ഇപ്പോ മറ്റൊരു ആരോപണവുമായിട്ട് വരികയാണ്. സൈനബിനെ എങ്ങനെയാണ് മുഹമ്മദ് കല്യാണം കഴിക്കുക? ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിവാഹം പ്രശ്നമല്ല. പക്ഷെ അവർ പ്രശ്നമാക്കിയ സംഗതി എന്താ വെച്ചാല്, സെയ്ദ് എന്നത് നബി തങ്ങളുടെ അടിമയായിരുന്നു. പിന്നീട് നബി മോചിപ്പിച്ചു. അടിമ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ സെയ്ദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തമ്മിലുള്ള ബന്ധം കൊണ്ട് സെയ്ദ് ബിൻ മുഹമ്മദ് എന്നായിരുന്നു പലരും സെയ്ദിനെ വിളിച്ചിരുന്നത്. മുഹമ്മദിന്റെ പുത്രൻ അഥവാ അടിമ എന്ന് വിളിക്കാതെ ആ ഒരു ബന്ധത്തിന്റെ പേരിൽ അത്രയും ഒരു പിതാവിന്റെ വാത്സല്യമായിരുന്നു സെയ്ദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തത്. ആ അടിമത്തെ ചങ്ങല പൊട്ടിച്ചു കളയാൻ വേണ്ടി നബി തങ്ങൾ അങ്ങനെയാണ് പെരുമാറുന്നത്. പിന്നെ ശത്രുക്കൾ അതാ പറഞ്ഞത്. അതെങ്ങനെയാണ്? നബിയുടെ മുഹമ്മദിന്റെ അടിമയായ ഒരു ചെറുപ്പക്കാരൻ ഒഴിവാക്കിയ വിവാഹമോചനം ചെയ്ത പെണ്ണിനെ അഥവാ മകന്റെ ഭാര്യയെ കല്യാണം കഴിച്ച ഉപ്പ എന്ന രൂപത്തിലാണ് പിന്നെ ശത്രുക്കൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. അതിനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും. അവര് പറയുന്നത് പോലെ ഈ സെയ്ദ് എന്ന് പറഞ്ഞ ആ ആള് നബി തങ്ങളുടെ മകനായിരുന്നില്ല എന്ന് മാത്രമല്ല, വലാകിർ റസൂലല്ലാഹ്, ഈ മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്. വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ, മാത്രമല്ല അവസാന ദൂതനുമാണ്. ഇനി വേറെ നബി വരാനില്ല. വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമാ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. അഥവാ പ്രവാചകൻ അന്ത്യദൂതനാണ്. ഈ പ്രവാചകനിക്ക് ഒരു മകൻ പറക്കാൻ, ഈ മകനിലൂടെ ഒരു പ്രവാചകത്വം ഇനിയില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രവാചകനെ അല്ലാഹു തആല ഇനി നിയമിക്കാനും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 4 ആൺമക്കളുണ്ടായിരുന്നു. ഖാസിം, ത്വയ്യിബ്, ത്വാഹിർ, 3 ഖദീജയിൽ, 1 ഇബ്രാഹിം, മാരിയത്തുൽ ഖിബ്തിയിൽ, ഫമാത ഐലൻ റളിയ. ഇവരൊക്കെ ചെറുതാകുമ്പോൾ തന്നെ മരണപ്പെട്ടു. അല്ലെങ്കിൽ അവരാണുങ്ങളായിട്ട്, പുരുഷന്മാരായിട്ട്, വലിയ ആളുകളായി, ദീനി പ്രബോധകരായി, സ്വഹാബാക്കളായിട്ട് ഇങ്ങോട്ട് മാറിയാൽ ഒരുപക്ഷെ പിന്നീട് ആ മനുഷ്യരിൽ, ആ മക്കളിൽ പോലും പ്രവാചകത്വം കാണാൻ താല്പര്യമുണ്ടാകുന്ന ഒരു ത്വര സമൂഹത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ നിലനിർത്തിയില്ല. നബി തങ്ങളുടെ മക്കളെ പിന്നീട് അല്ലാഹു തആല നിലനിർത്തിയത് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലായിരുന്നു. നമുക്കറിയാം, ഇന്ന് നബി തങ്ങളുടെ കുടുംബം അറിയപ്പെടുന്നത് ഫാത്തിമയുടെ മക്കളിലൂടെയാണ്. അതേപോലെ തന്നെ ഫമാത ഫീ ഹയാതിഹി 3
3 പെൺമക്കള്, ആ 4 പെൺമക്കളുണ്ടായിരുന്നു. 3 പെൺമക്കളും നബി തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു. ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് പിന്നീട് ജീവിച്ചത്. ഇതാണ് പ്രവാചകന്റെ മക്കളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം. ഈ ചരിത്രവും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾ പോരിഷ പറഞ്ഞ് ആരും പ്രവാചകത്വത്തിലേക്ക് വരേണ്ടതില്ല. പുതിയൊരു ദൗത്യത്തിന്റെ കാര്യത്തെക്കുറിച്ച് ആരും പ്രവാചകത്വത്തിലേക്ക് വരേണ്ടതില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണ് അന്തിമ ദൂതൻ. ഫി അന്നഹു ലാ നബിയ്യ ബഅദഹു. ഈ ആശയമാണ് വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്. പറഞ്ഞതും കേട്ടതുമായ കാര്യം അല്ലാഹു നമ്മിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.